ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 25 ഹോട്ട് ടോപ്പിക്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സുകളാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിച്ച് സെറ്റായി തന്നെ പോകാം. 2025 വരാനിരിക്കുന്ന VO, VFA, കമ്പനി ബോർഡ്, LGS, ബെവ്കോ LDC മുതലായ എല്ലാ എക്സാമുകൾക്കും ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമാണ്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് രോഗങ്ങളും രോഗകാരികളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്, ഡെങ്കിപ്പനി രോഗം ഏത് രോഗകാരിയാണ് പരത്തുന്നതെന്ന് ചോദിച്ചാൽ ആൽഫ വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ്, IgM വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരി ആരാണെന്ന് ചോദിച്ചാൽ ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ് ആണ്. അടുത്തത് കുരങ്ങുപനിയാണ്. കുരങ്ങുപനി പരത്തുന്ന വൈറസാണ് ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ KFD വൈറസ് ആണ്. കുരങ്ങുപനി ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ KFD വൈറസ് ആണ്. അടുത്തത് സാർസ് ആണ്. കൊറോണ വൈറസ് ആണ് സാർസ് പരത്തുന്നത്, കൊറോണ വൈറസ്. പന്നിപ്പനി ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. പന്നിപ്പനി പരത്തുന്നത് ഏത് വൈറസാണ് അല്ലെങ്കിൽ ഏത് രോഗകാരി മുഖേനയാണ് പന്നിപ്പനി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? H1N1 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. H1N1 ആണ് പന്നിപ്പനി പരത്തുന്നത്. അടുത്തത് പക്ഷിപ്പനിയാണ്. ഇതും PSC ഒത്തിരി തവണ ചോദിച്ചതാണ്. PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. പക്ഷിപ്പനി H5N1 ആണ്. ഓക്കെ, H5N1 ആണ് പക്ഷിപ്പനി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, മാറിപ്പോകരുത്. പന്നി H1N1 ആണ്, രണ്ടും ഒന്നുള്ളൂ. പന്നി എന്ന് പറയുന്നത് H1N1. ഇനി പക്ഷിയാണെങ്കിലോ 5 എണ്ണമാണ്. H5N1 ആണ് പക്ഷി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പന്നി H1N1 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ പക്ഷിപ്പനിയാണെങ്കിൽ H5N1 ആണ്. പോളിയോ വൈറസ് ആണ്. ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ ബോക്സ് പരത്തുന്നത് വാരിസെല്ല സോസ്റ്റർ ആണ്. നിലവിൽ ചോദിച്ചേക്കുന്നതാണ് നിലവിൽ ഈ ഒരു ചോദ്യം. അപ്പോൾ ചിക്കൻ ഗുനിയ വിക്ക് വൈറസ് ആണ്, ചിക്വി വൈറസ്. ഓക്കെ, അപ്പോൾ ചിക്കൻ ഗുനിയ ആണെങ്കിൽ ചിക്വി വൈറസ് ആണ് ചിക്കൻ ഗുനിയ. എയ്ഡ്സ് ആണെങ്കിൽ HIV വൈറസ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ആരാണ് പരത്തുന്നത് രോഗകാരി എന്ന് ചോദിച്ചാൽ HIV വൈറസ് ആണ്, HIV വൈറസ്. മുണ്ടിനീര് മിക്സോ വൈറസ് ആണ്. മുണ്ടിനീര് മിക്സോ വൈറസ് ആണ്, മുണ്ടിനീര് മിക്സോ വൈറസ്. എബോളോ വൈറസ്. അടുത്തത് വസൂരി വേരിയോള വൈറസ് ആണ്, വസൂരി വേരിയോള വൈറസ്. ജലദോഷമാണെങ്കിൽ റൈനോ വൈറസ് ആണ്, ജലദോഷം റൈനോ വൈറസ്. അഞ്ചാം പനിയാണ് റൂബിയോള വൈറസ് ആണ്, അഞ്ചാം പനി റൂബിയോള വൈറസ് ആണ്, അഞ്ചാം പനി റൂബിയോള വൈറസ്. അപ്പോൾ റൂബിയോള വൈറസ് ആണ് ഏത്? അഞ്ചാം പനി പരത്തുന്നത് റൂബിയോള വൈറസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഡെങ്കിപ്പനി ആൽഫ വൈറസും ആർബോ വൈറസ്, IgM വൈറസ്. ഓക്കെ, അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരികളാണ് ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ്. കുരങ്ങുപനി ആണെങ്കിൽ ഫ്ലാവി വൈറസ് ആണ്. കുരങ്ങുപനി ഫ്ലാവി വൈറസ്. അതേപോലെ തന്നെ KFD വൈറസ് ആണ് കുരങ്ങുപനി. സാർസ് ആണെങ്കിൽ കൊറോണ വൈറസ് ആണ്, സാർസ് കൊറോണ വൈറസ്. പന്നിപ്പനി H1N1 ആണ്, പന്നിപ്പനി H1N1 വൈറസ് ആണ് പന്നിപ്പനി പരത്തുന്നത്. പക്ഷിപ്പനി ആണെങ്കിലോ H5N1 ആണ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെച്ച് പഠിച്ചോ, ഉറപ്പാണ് ഒരു മാർക്ക്. അടുത്തത് പോളിയോ വൈറസ് ആണ്. പോളിയോ വൈറസ്. ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ ആണ്, ഓർത്ത് വയ്ക്കുക. ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്ററും. ചിക്കൻ ഗുനിയ ആണെങ്കിൽ ചിക്വി വൈറസ് ആണ്, ചിക്കൻ ഗുനിയ. എയ്ഡ്സ് ആണെങ്കിൽ HIV വൈറസ് ആണ്, എയ്ഡ്സ് പരത്തുന്നത് HIV വൈറസ്. മുണ്ടിനീരാണെങ്കിൽ മിക്സോ വൈറസ്. എബോള വൈറസ്. വസൂരി വേരിയോള വൈറസ് ആണ്, വസൂരി വേരിയോള വൈറസ്. ജലദോഷമാണെങ്കിൽ റൈനോ വൈറസ് ആണ്, ജലദോഷം റൈനോ വൈറസ്.
അടുത്തത് അഞ്ചാം പനിയാണ്, റൂബിയോള വൈറസ് ആണ് അഞ്ചാം പനി. അപ്പോൾ ഈ യെല്ലോ കളറിൽ ഇട്ടേക്കണത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് പിതാക്കന്മാരാണ്. ബയോളജിയുടെ പിതാവ്, അതായത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലാണ്. ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇനി ബോട്ടണിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ്. ഓക്കെ, അപ്പോൾ ബോട്ടണിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സസ്യശാസ്ത്രം, തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം റോക്സ്ബർഗ്. വില്യം റോക്സ്ബർഗ് ആണ് ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. സസ്യശാസ്ത്രം, അതായത് ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്, എന്നാൽ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് വില്യം റോക്സ്ബർഗ്. അടുത്തത് സുവോളജി, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലാണ്. സുവോളജി, ജന്തുശാസ്ത്രം, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിസ്റ്റോട്ടിലാണ്. അടുത്തത് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, അത് ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അടുത്തത് ഹോമിയോപ്പതി, ഹോമിയോപ്പതിയുടെ പിതാവ്, ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, PYQ ആണ്, ഓർത്തു വെച്ചോ, 1 മാർക്ക്. ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ. ഓക്കെ, സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ്, സാമുവൽ ഹാനിമാൻ. അടുത്തത് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സുശ്രുതനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് സുശ്രുതനാണ്. ശസ്ത്രക്രിയ, സുശ്രുതൻ. ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഇസ്മാർക്കാണ്. ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ആരാണ്? ഇസ്മാർക്കാണ്. ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ഇസ്മാർക്ക്. അടുത്തത് ജനിതക ശാസ്ത്രം, ജനറ്റിക്സിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രിഗർ മെൻഡൽ ആണ്. ഗ്രിഗർ മെൻഡൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രിഗർ മെൻഡൽ ആണ് ജനറ്റിക്സിന്റെ പിതാവ്. അടുത്തത് ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, വർഗീകരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കാൾ ലിനേസ് ആണ്. ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ്. അടുത്തത് എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ തോമസ് അഡിസൺ ആണ്. തോമസ് അഡിസൺ ആണ് എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് അഡിസൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് കീമോതെറാപ്പി, കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക്ക്. പോൾ എർലിക്ക് ആണ് ഹീമോതെറാപ്പിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് പോൾ എർലിക്ക് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പോൾ എർലിക്ക്. അടുത്തത് സൈറ്റോളജി ആണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? റോബർട്ട് ഹുക്ക് ആണ് സൈറ്റോളജിയുടെ പിതാവ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഹേബർലാൻഡ് ആണ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ഹേബർലാൻഡ്. മൈക്രോബയോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ലൂയിസ് പാസ്റ്റർ ആണ് മൈക്രോബയോളജിയുടെ പിതാവ്. അടുത്തത് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ വാക്സിനേഷന്റെ പിതാവ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ. അങ്ങനെയാണെങ്കിൽ ക്ലോണിങ്ങിന്റെ പിതാവ്, ക്ലോണിങ്ങിന്റെ പിതാവ് ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ഇയാൻ വിൽമുട്ട്. ബേസ് ലെവൽ ചോദ്യമാണ്. ക്ലോണിങ്ങിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ വൈറോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? WM സ്റ്റാൻലെ ആണ്. WM സ്റ്റാൻലെ ആണ് എന്തിൻ്റെ? വൈറോളജിയുടെ പിതാവ്. WM സ്റ്റാൻലി എന്നും പറയും. അപ്പോൾ WM സ്റ്റാൻലി ആണ് വൈറോളജി. അടുത്തത് DNA ഫിംഗർ പ്രിന്റിങ്. DNA ഫിംഗർ പ്രിന്റിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? അലക്ക് ജെഫ്രി ആണ്. അലക്ക് ജെഫ്രി. ഓർത്തു വെച്ചോ, DNA ഫിംഗർ പ്രിന്റിങ് ചോദിച്ചേക്കണ ചോദ്യമാണ്. DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അലക്ക് ജെഫ്രി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഏവോ ഹ്യൂമാണ് ഇന്ത്യൻ ഓർണിത്തോളജി. ചോദിച്ചേക്കുന്നതാണ് ഈ ഒരു ചോദ്യവും. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണ്? ഏവോ ഹ്യൂമാണ്.
നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഏവോ ഹ്യൂം, അലൻ ഒക്ടോവിയൽ ഹ്യൂം. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡുകാരനാണെന്നുള്ളത് കൂടി ഓർത്തു വച്ചേക്കാം. അടുത്തത് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാൾട്ട് ലില്ലിഹൻ ആണ്. വാൾട്ട് ലില്ലിഹൻ ആണ് ഓപ്പൺ ഹാർട്ട് സർജറി. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാൾട്ട് ലില്ലിഹൻ ആണ്. അടുത്തത് സൈക്കോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോളജിയുടെ പിതാവ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അടുത്തത് റെയ്ക്കി ചികിത്സ. റെയ്ക്കി ചികിത്സയുടെ പിതാവാണ് മിക്കാവോ ഇസൂയി. മിക്കാവോ ഇസൂയി ആണ് റെയ്ക്കി ട്രീറ്റ്മെന്റ്, റെയ്ക്കി ചികിത്സയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ മിക്കാവോ ഇസൂയി. അടുത്തത് എവല്യൂഷൻ, പരിണാമത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ ആണ് പരിണാമത്തിന്റെ പിതാവ്. ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഓക്കെ, ചാൾസ് ഡാർവിൻ ആണ് പരിണാമത്തിന്റെ പിതാവ്. ആരാന്ന് ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ. ജീൻ തെറാപ്പിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ജീൻ തെറാപ്പിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ജീൻ തെറാപ്പി ആരാണ്? ആൻഡേഴ്സൺ ആണ് ജീൻ തെറാപ്പി. അടുത്തത് പ്ലാന്റ് ഡിസീസസ്, അതായത് സസ്യരോഗങ്ങളുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആന്റൺ ഡി ബെറി ആണ്. ആന്റൺ ഡി ബെറി ആണ് സസ്യരോഗങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ബ്ലഡ് ഗ്രൂപ്പിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ കാർലാൻഡ് സ്റ്റെയ്നർ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കാർലാൻഡ് സ്റ്റെയ്നർ ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഹാർവി ആണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് സർക്കുലേഷന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? അത് വില്യം ഹാർവേ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന പിതാക്കന്മാർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1 2 ചോദ്യങ്ങൾ വരെ ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന പിതാക്കന്മാർ. അപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടി നോക്കാം. ബയോളജിയുടെ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബോട്ടണി, ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വില്യം റോക്സ്ബർഗ് ആണ്. വില്യം റോക്സ്ബർഗ് ആണ് ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ്, വില്യം റോക്സ്ബർഗ്. ഇനി സുവോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലോ അത് ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്തത് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ പിതാവാണ് സാമുവൽ ഹാനിമാൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഹോമിയോപ്പതി, സാമുവൽ ഹാനിമാൻ. അടുത്തത് സർജറി ആണ്. സർജറി അല്ലെങ്കിൽ ശാസ്ത്രക്രിയയുടെ പിതാവാണ് സുശ്രുതൻ. സുശ്രുതനാണ് ശാസ്ത്രക്രിയയുടെ പിതാവ്. ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഇസ്മാർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഫെഡറിക് വോൺ ഇസ്മാർക്ക് ആണ് ഫസ്റ്റ് എയ്ഡിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് ജനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ് ഗ്രിഗർ മെന്റൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഗ്രിഗർ മെന്റൽ ആണ്. ടാക്സോണമി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വർഗീകരണം കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ്. എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥയുടെ പിതാവാണ് തോമസ് അഡിസൺ. തോമസ് അഡിസൺ. അടുത്തത് കീമോതെറാപ്പി ആണ്. കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക് ആണ്. പോൾ എർലിക് ആണ് കീമോതെറാപ്പി. അടുത്തത് സൈറ്റോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക് ആണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവാണ് ഹേബർലാൻഡ്. ഓക്കെ, അപ്പോൾ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാന്ന്? ഹേബർലാൻഡ് ആണ്. ഹേബർലാൻഡ് ആണ് ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ്. അടുത്തത് മൈക്രോബയോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ലൂയിസ് പാസ്റ്റർ ആണ്. മൈക്രോബയോളജി ലൂയിസ് പാസ്റ്റർ. ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ ആണ് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ വാക്സിനേഷന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ. ഓക്കെ, ക്ലോണിങ്ങിന്റെ പിതാവ് അത് ഇയാൻ വിൽമുട്ട് ആണ്. ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട്.
വൈറോളജി ആണെങ്കിലോ ഡബ്ല്യു എം സ്റ്റാൻലി. ഓക്കെ. DNA ഫിംഗർ പ്രിന്റിംഗ് ആരാന്ന് ചോദിച്ചാൽ അലക് ജഫ്രി ആണ്. അലക് ജഫ്രി. ഇന്ത്യൻ ഓർണിത്തോളജി ആണെങ്കിൽ AO ഹ്യൂം ആണ്. ഓപ്പൺ ഹാർട്ട് സർജറി ആണെങ്കിൽ വാൾട്ട് ലില്ലിഹൻ ആണ്. വാൾട്ട് ലില്ലിഹൻ. സൈക്കോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി റൈക്കി ചികിത്സയാണെങ്കിലോ മികാവു ഇസൂയി ആണ്. റൈക്കി ചികിത്സ മികാവു ഇസൂയി. എവല്യൂഷൻ പരിണാമത്തിൻ്റെ ആണെങ്കിൽ ചാൾസ് ഡാർവിൻ ആണ്. ജീൻ തെറാപ്പി ആണെങ്കിൽ ആൻഡേഴ്സൺ ആണ്. ജീൻ തെറാപ്പിയുടെ പിതാവ് ആൻഡേഴ്സൺ. പ്ലാന്റ് ഡിസീസ് സസ്യരോഗങ്ങളുടെ ആണെങ്കിൽ ആന്റൺ ടി ബെറി ആണ്. ആന്റൺ ടി ബെറി. ബ്ലഡ് ഗ്രൂപ്പ് രക്തഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ കാർലാൻ സ്റ്റെയ്നർ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ആണ്. ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിൽ അത് രക്തചംക്രമണത്തിൻ്റെ പിതാവാണെങ്കിൽ വില്യം ഹാർവേ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഹോട്ട് ടോപ്പിക്സ്. സെക്കൻഡ് ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന കണ്ടുപിടുത്തങ്ങളാണ്. ഓക്കെ. പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ആദ്യത്തെ രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാർലാൻ സ്റ്റെയ്നർ ആണ്. ഓക്കെ. രക്തഗ്രൂപ്പ് കാർലാൻ സ്റ്റെയ്നർ. നമ്മൾ പറഞ്ഞു രക്തഗ്രൂപ്പ് അതിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും കാർലാൻ സ്റ്റെയ്നർ ആണ്. ഇനി RH ഫാക്ടർ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? കാർലാൻഡ് സ്റ്റെയ്നർ ആണ്. ആൻറ്റിസെപ്റ്റിക് ഒരിക്കൽ ചോദിച്ചതാണ്. ആൻറ്റിസെപ്റ്റിക് കണ്ടുപിടിച്ചത് ജോസഫ് ലിസ്റ്റർ ആണ്. ഓക്കെ. അപ്പോൾ ജോസഫ് ലിസ്റ്റർ ആണ് ആൻറ്റിസെപ്റ്റിക് കണ്ടുപിടിച്ചത്. ജോസഫ് ലിസ്റ്റർ. കൃത്രിമ ജീൻ കണ്ടുപിടിച്ചത് ഹർഗോവിന്ദ് ഖുരാനയാണ്. ഓക്കെ. അപ്പോൾ കൃത്രിമ ജീൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹർഗോവിന്ദ് ഖുരാനയാണ്. കൃത്രിമ ജീൻ കണ്ടുപിടിച്ചത് ഹർഗോവിന്ദ് ഖുരാന. DNA ഘടനയാണെങ്കിൽ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. DNA ഘടന കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. DNA ഘടന കണ്ടുപിടിച്ചത്. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഗലീലിയോ ഗലീലിയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആരാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? ഗലീലിയോ ഗലീലി. ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിലോ തോമസ് ആൽബർട്ട് ആണ്. ഓക്കെ. അപ്പോൾ തോമസ് ആൽബർട്ട് ആണ് എന്ത്? യെസ്, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട്. തോമസ് ആൽബർട്ട്. ECG കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ വില്യം ഐന്തോവൻ ആണ്. വില്യം ഐന്തോവൻ ആണ് ECG കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ EEG കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹാൻസ് ബെർത്ത് അല്ലെങ്കിൽ ഹാൻസ് ബെർജർ ആണ് EEG കണ്ടുപിടിച്ചത്. അപ്പോൾ കൺഫ്യൂസിങ് ആണ്, തെറ്റിപ്പോവരുത്. ECG വില്യം എന്തോവൻ. ECG വില്യം എന്തോവൻ. EEG ആണെങ്കിലോ ഹാൻസ് ബെർജർ ആണ്. ഹാൻസ് ബെർജർ ആണ്. അപ്പോൾ ECG വില്യം എന്തോവൻ ആണ്. EEG എന്ന് പറയുന്നത് ഹാൻസ് ബെർജർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. CT സ്കാൻ ആണെങ്കിൽ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. CT സ്കാൻ ഗോഡ്ഫ്രീ അതേപോലെ ഹൗൺസ്ഫീൽഡ്. ഓക്കെ. ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. CT സ്കാൻ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. ഇനി സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ റെനെ ലെനക്കാണ്. ഇതൊക്കെ ബേസ് ലെവൽ ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ട് പോലും കാര്യമില്ല. ഓക്കെ. അപ്പോൾ സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്ക്. DNA ഫിംഗർ പ്രിന്റിംഗ് ആണെങ്കിലോ അത് അലക് ജഫ്രി ആണ്. അലക് ജഫ്രി ആണ് DNA ഫിംഗർ പ്രിന്റിംഗ്. HIV വൈറസ് ആണെങ്കിൽ റോബർട്ട് ഗാലോ ആണ് HIV-3 വൈറസ്. ഇനി HIV വൈറസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? ലൂക്ക് മൊണ്ടേഗ്നിയർ. ഓക്കെ. ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ് HIV വൈറസ്. HIV-3 വൈറസ് ആണെങ്കിൽ റോബർട്ട് ഗാലോ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ രണ്ടും ഓർത്ത് വയ്ക്കുക. HIV-3 വൈറസ് ആണെങ്കിൽ റോബർട്ട് ഗാലോ. HIV വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ്. രക്തപര്യനം വില്യം ഹാർവേ ആണ്. രക്തപര്യനം വില്യം ഹാർവേ. രക്തപര്യനം വില്യം ഹാർവേ. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്ര ബോസ്. ജീവകം A മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവുമാണ്. നമ്മൾ വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യസ് അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നിലവിൽ പറഞ്ഞതാണ് ഈ പറയുന്ന ജീവകം A കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവുമാണ് ജീവകം A കണ്ടുപിടിച്ചത്.
ഹരിതകം പെൽബർട്ടീസ് ആണ്. ആര് ഹരിതകം കണ്ടുപിടിച്ചത്? പെൽബർട്ടീസ്. കോശമാണെങ്കിലോ റോബർട്ട് ഹുക്കാണ്. ഓക്കെ, അപ്പോൾ പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഉറപ്പായും 1 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രക്തഗ്രൂപ്പാണ്. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാ? കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. കാൾ ലാൻഡ് സ്റ്റെയ്നർ. RH ഫാക്ടർ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് RH ഫാക്ടർ കണ്ടുപിടിച്ചത്. ആന്റിസെപ്റ്റിക് ആണെങ്കിലോ ജോസഫ് ലിസ്റ്റർ ആണ് ആന്റിസെപ്റ്റിക് കണ്ടുപിടിച്ചത്. ജോസഫ് ലിസ്റ്റർ. കൃത്രിമ ജീൻ ആണെങ്കിൽ ഖർഗോവിന്ദ് ഖുരാന. കൃത്രിമ ജീൻ ഖർഗോവിന്ദ് ഖുരാന. DNA ഘടനയാണെങ്കിലോ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. DNA ഘടന വാട്സൺ ആൻഡ് ക്രിക്ക്. തെർമോമീറ്റർ ആണെങ്കിൽ ഗലീലിയോ ഗലീലി. ക്ലിനിക്കൽ തെർമോമീറ്ററോ തോമസ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ECG വില്യം എന്തോവൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ECG വില്യം എന്തോവൻ. EEG ആണെങ്കിൽ ഹാൻസ് ബർജർ ആണ്. CT സ്കാനോ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. സെതസ്കോപ്പ് റെനെ ലെനക്ക്. റെനെ ലെനക്ക്. ഓക്കെ, അപ്പോൾ HIV വൈറസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ലൂക്ക് മൊണ്ടേഗ്നിയറും. HIV-3 വൈറസ് കണ്ടുപിടിച്ചതാണെങ്കിൽ റോബർട്ട് ഗാലോ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് രക്തപര്യനം വില്യം ഹാർവേ. ക്രസ്കോഗ്രാഫ് ആണെങ്കിൽ ജഗദീഷ് ചന്ദ്രബോസ് ആണ് ക്രസ്കോഗ്രാഫ്. ജീവകം A ആണെങ്കിൽ മാർഗ്രറ്റ് ഡേവിസും അതേപോലെ തന്നെ എൽമർ മക്കുലം. എൽമർ മക്കുലം ആൻഡ് മാർഗ്രറ്റ് ഡേവിസ് ആണ് ജീവകം A കണ്ടുപിടിച്ചത്. ഹരിതകമാണെങ്കിൽ പെൽബർട്ടീസും കോശമാണെങ്കിൽ റോബർട്ട് ഹുക്ക്. ഇതൊക്കെ കോശം കണ്ടുപിടിച്ച ആരാന്നൊക്കെ ബേസ് ലെവൽ ചോദ്യമാണ്. ഒത്തിരി തവണ നിലവിൽ ചോദിച്ചു പോയതുമാണ്. തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പരീക്ഷ എഴുതിയിട്ട് പോലും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാന കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ യെല്ലോ ലൈനൊക്കെ കൊടുത്തിരിക്കുന്നത് വീണ്ടും ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് വായിച്ചോ, അതേപോലെ തന്നെ എഴുതി വെച്ച് പഠിച്ചോ. PDF എന്തായാലും നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, 2 or 3 തവണ വായിച്ച് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്സ് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിലിംസ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന GKയിലെ ഹോട്ടായിട്ടുള്ള ചോദ്യങ്ങളാണിതെല്ലാം. അപ്പോൾ രോഗങ്ങളുടെ രാജാവ്, കിങ് ഓഫ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ഓക്കെ, ട്യൂബർകുലോസിസ് ആണ് എന്തെന്ന് പറയുന്നത്, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓൾസോ നോൺ ആസ് വൈറ്റ് പ്ലേഗ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? ഈ പറയുന്ന ക്ഷയം തന്നെയാണ്. കോക്ക് ഡിസീസസ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ക്ഷയം തന്നെയാണ്. അപ്പോൾ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതായത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, അതേപോലെ തന്നെ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നു, അതേപോലെ തന്നെ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ക്ഷയം തന്നെയാണ്, ട്യൂബർകുലോസിസ്. അപ്പോൾ ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ക്ഷയം എന്ന് പറയുന്നത്. വൈറ്റ് പ്ലേഗ് ക്ഷയമാണ്. കോക്ക് ഡിസീസസ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ക്ഷയം തന്നെയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. അമേരിക്കൻ പ്ലേഗ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിഫിലിസ് ആണെന്നുള്ളത് ഓർക്കുക. കില്ലർ ന്യൂമോണിയ. കില്ലർ ന്യൂമോണിയ അല്ലെങ്കിൽ ആഗസ്റ്റ് ഫീവർ ആണ്. ഓക്കെ, കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഫീവർ ആണ്. ഓക്കെ, അടുത്തത് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് റാബിസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് റാബിസ് ആണ്. ഓക്കെ, പറങ്കിപ്പുണ്ണ്. പറങ്കിപ്പുണ്ണ്. ഓക്കെ, പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. ഓക്കെ, പറങ്കിപ്പുണ്ണ് സിഫിലിസ്. അപ്പോൾ സിഫിലിസ് ആണ് പറങ്കിപ്പുണ്ണ്. അപ്പോൾ അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈ പറയുന്ന സിഫിലിസ് ആണ്. ഓക്കെ, അടുത്തത് ടൈഫോയിഡ്, അതായത് സന്നിപാത ജ്വരം അല്ലെങ്കിൽ എന്താണ് എൻറ്റോറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈഫോയിഡ് ആണ്. അപ്പോൾ ടൈഫോയിഡ് സന്നിപാത ജ്വരമെന്നും അതേപോലെ തന്നെ എൻറ്റോറിക് ഫീവർ എന്നറിയപ്പെടുന്നതും ടൈഫോയിഡ് ആണ്. ഓക്കെ, അടുത്തത് ഡിഫ്തീരിയ, അതായത് തൊണ്ടമുള്ളാണ് ഡിഫ്തീരിയ എന്നറിയപ്പെടുന്നത്. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ തൊണ്ടമുള്ള്. ജർമ്മൻ മീസിൽസ് ആണ് റൂബല്ല. ജർമ്മൻ മീസിൽസ് റൂബല്ല. ജർമ്മൻ മീസിൽസ് ആണ് റൂബല്ല. മദ്രാസ് ഐ ആണ് ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്, മദ്രാസ് ഐ. ചതുപ്പു രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ചതുപ്പു രോഗം മലമ്പനി.
നാവികരുടെ പ്ലേഗ് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. സെയിലേഴ്സ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഈ പറയുന്ന രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് വൈറ്റമിൻസ്, അതിൻ്റെ അകത്തും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. അടുത്തത് ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് അത് എലിപ്പനിയാണ്. ഓക്കെ, എലിപ്പനിയാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അപരനാമം ലെപ്റ്റോസ്പൈറോസിസ് എന്തിൻ്റെയാണ്? എലിപ്പനിയുടെയാണ്. ഓക്കെ, അടുത്തത് എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്നതും ഫൈലേറിയാസിസ് എന്നറിയപ്പെടുന്നതും മന്താണ്. അപ്പോൾ മന്തിൻ്റെ അപരനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്തിനെയാണ് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നാസോഫെറിൻ ഫ്ലൈറ്റിസ്. നാസോഫെറിൻ ഫ്ലൈറ്റിസ് എന്നറിയപ്പെടുന്നതാണ് കോമൺ കോൾഡ്, അതായത് ജലദോഷത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നാസോഫെറിൻ ഫ്ലൈറ്റിസ്. അപരനാമമാണ് നാസോഫെറിൻ ഫ്ലൈറ്റിസ്. എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ജലദോഷം, കോമൺ കോൾഡ്. ഓക്കെ, അടുത്തത് പൈറോസിസ് ആണ്, നെഞ്ചരിച്ചിൽ പൈറോസിസ്. ഓക്കെ, പൈറോസിസ് ആണ് നെഞ്ചരിച്ചിൽ. വിഷസൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ്. വിഷസൂചിക അല്ലെങ്കിൽ എന്താണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ്. വിഷൂചിക ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ്. വിഷൂചിക ബ്ലൂ ഡെത്ത്. അടുത്തത് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫിലോപ്പതി. ഓക്കെ, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫിലോപ്പതി എന്നറിയപ്പെടുന്നതാണ് ഭ്രാന്തി പശുരോഗം. മാഡ് കൗ ഡിസീസസ് ആണ് എന്തെന്ന് പറയുന്നത്? ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫിലോപ്പതി എന്നറിയപ്പെടുന്നതാണ് ഭ്രാന്തി പശുരോഗം അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസസ്. അടുത്തത് ക്രൂട്ട്ഫെൽറ്റ് ജേക്കബ് രോഗം. ക്രൂട്ട്ഫെൽറ്റ് ജേക്കബ് ഡിസീസസ് എന്നറിയപ്പെടുന്നതും ഭ്രാന്തി പശു രോഗമാണ്. കറുത്ത മരണം ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. അപ്പോൾ കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഹാൻസൻസ് രോഗമാണ്. കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി എന്നറിയപ്പെടുന്ന ഹാൻസൻസ് രോഗം, കുഷ്ഠമാണ് എന്തെന്ന് പറയുന്നത്? ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നാൽക്കാലി രോഗം, അതിനെയാണ് ആന്ത്രാക്സ്. ഓക്കെ, നാൽക്കാലി രോഗം ആന്ത്രാക്സ്. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് വീൽസ് രോഗമാണ്. വീൽസ് രോഗമാണ് കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത്. സെവൻ ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് സെവൻ ഫീവർ. പെർട്ടൂസിസ് വൂഫിംഗ് കഫ്, അത് വില്ലൻ ചുമയാണ്. പെർട്ടൂസിസും വൂഫിംഗ് കഫും വില്ലൻ ചുമ. അപ്പോൾ പെർട്ടൂസിസ് വൂഫിംഗ് കഫാണ് വില്ലൻ ചുമ. ലോക്ക് ജോ ഡിസീസസ് ആണ് ടെറ്റനസ്. ലോക്ക് ജോ ഡിസീസസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യെസ്, ടെറ്റനസ് ആണ് ലോക്ക് ജോ ഡിസീസസ്. അടുത്തത് സ്ലിം ഡിസീസസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസസ്. പൂച്ച നൃത്തം, മാർജാര നൃത്ത രോഗം, അതായത് ക്യാറ്റ് ഡാൻസ് മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനമാതയാണ്. പൂച്ച നൃത്തം മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനമാത ഡിസീസസ്. ഓക്കെ, ഇനി നിശബ്ദനായ കാഴ്ച അപഹാരൻ എന്നറിയപ്പെടുന്നത് സൈലന്റ് വിഷൻ തെഫ് എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. സൈലന്റ് വിഷൻ തെഫ്, ഗ്ലോക്കോമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും. തീർച്ചയായിട്ടും 1 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രോഗങ്ങളുടെ രാജാവ്, കിങ് ഓഫ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. അതേപോലെ തന്നെ വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസസ് എന്നറിയപ്പെടുന്നതും ക്ഷയമാണ്. അമേരിക്കൻ പ്ലേഗാണ് സിഫിലിസ് എന്നറിയപ്പെടുന്നത്, പറങ്കിപ്പുണ്ണ്. കില്ലർ ന്യൂമോണിയ ഓഗസ്റ്റ് ഫീവർ ആണ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് റാബിസ് ആണ്. അപ്പോൾ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന അപരനാമം റാബിസിൻ്റെയാണ്. ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് എൻറ്ററിക് ഫീവർ ആണ്. ഇനി ഡിഫ്തീരിയ തൊണ്ടമുള്ള്, ജർമ്മൻ മീസിൽസ് റൂബല്ല. മദ്രാസ് ഐ ആണ് എന്തെന്ന് ചെങ്കണ്ണിൻ്റെ അപരനാമം, മദ്രാസ് ഐ. ചതുപ്പ് രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി. നാവികരുടെ പ്ലേഗ്, സെയിലേഴ്സ് പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി. ലെപ്റ്റോസ്പൈറോസിസ് ആണ് എലിപ്പനി. എലിഫന്റിയാസിസ്, ഫൈലോറിയാസിസ് ആണ് മന്ത്. നാസോഫെറിൻ ഫ്ലൈറ്റീസ് ആണ്
ജലദോഷം അല്ലെങ്കിൽ കോമൺ കോൾഡ്. പൈറോസിസ് നെഞ്ചെരിച്ചിൽ, വിഷൂചിക ബ്ലൂ ഡെത്ത് ആണ് കോളറ. അതേപോലെ തന്നെ ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫിലോപ്പതി ആണ് ഭ്രാന്തിപ്പശു രോഗം, കൗ ഡിസീസസ്. ക്രൂട്ട് ഫെൽറ്റ് ജേക്കബ് രോഗം, ഭ്രാന്തിപ്പശു രോഗം. അതേപോലെ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. കർഷകരുടെ രോഗം വീൽസ് രോഗമാണ്. 7 ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. പെർട്ടൂസിസ് എന്നറിയപ്പെടുന്നത് വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമ. ലോക്ജോ ഡിസീസസ് ആണ് ടെറ്റനസ്. സ്റ്റീം ഡിസീസസ് ആണ് എയ്ഡ്സ്. പൂച്ച നൃത്തം മാർജാര രോഗമാണ് മീനമാത. നിശബ്ദനായ കാഴ്ചബഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് തലമുടിയെക്കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് ഹെയർ ആൻഡ് സ്കാൽപ്പ് ആണ് ട്രൈക്കോളജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് തലമുടിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ട്രൈക്കോളജി. ഓക്കെ, അപ്പോൾ തലയോട്ടി, തലമുടി ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. ദ സ്റ്റഡി ഓഫ് ദ നോസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റൈനോളജി എന്ന് അറിയപ്പെടുന്നത്. ചെവി ഒത്തിരി തവണ ചോദിച്ചതാണ്. ദ സ്റ്റഡി ഓഫ് ഇയർ, ദ സ്റ്റഡി ഓഫ് ദ ഇയർ ആണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോളജി ആണ് സ്റ്റഡി ഓഫ് ഇയർ. അടുത്തത് ത്വക്കാണ്. ദ ഡെർമറ്റോളജി എന്നാണ് ത്വക്കിനെ കുറിച്ചുള്ള പഠനം. ദ സ്റ്റഡി ഓഫ് സ്കിൻ, ഡെർമറ്റോളജി. കരള്, ദ സ്റ്റഡി ഓഫ് ലിവർ ആണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് എല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. എല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ദ സ്റ്റഡി ഓഫ് ബോൺസ്, ഓസ്റ്റിയോളജി. പേശികൾ, മസിൽസിനെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശി അല്ലെങ്കിൽ മസിൽസിനെ കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് മസിൽസ് ആണ് മയോളജി. അടുത്തത് വൃക്കയെക്കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് കിഡ്നീസ്, എന്താണ്? നെഫ്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോളജി. ഹൃദയം, അതായത് ഹാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ദ സ്റ്റഡി ഓഫ് ഹാർട്ടാണ് കാർഡിയോളജി. അടുത്തത് തലച്ചോറാണ്, അതായത് ബ്രെയിനെ കുറിച്ചുള്ള പഠനമാണ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൂഡിയൻസ്, അതാണ് തലച്ചോറ്, ഫ്രിനോളജി. ഫോക്കസ്ഡ് ഓൺ ക്യാരക്ടർ ആൻഡ് മെൻ്റൽ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ സ്കൾപ്പ് ഷേപ്പാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫ്രിനോളജി. ഇനി രക്തത്തെക്കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെമറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. അടുത്തത് ദ സ്റ്റഡി ഓഫ് ടീത്ത് ആണ് ഒഡൻറ്റോളജി. ദ സ്റ്റഡി ഓഫ് ടീത്ത്, ഒഡൻറ്റോളജി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്റ്റഡി ഓഫ് ടീത്ത് ആണ് ഒഡൻറ്റോളജി. രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ആൻജിയോളജി, അതായത് ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ലിംഫത്തറ്റിക് വെസൽസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ബ്ലഡ് ഓഫ് വെസൽസ്, അതായത് ആൻജിയോളജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആൻജിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ഓക്കെ, ആൻജിയോളജി രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ്. ഭ്രൂണം, എംബ്രിയോളജിയാണ്. അപ്പോൾ ഭ്രൂണത്തെക്കുറിച്ചുള്ള ദ സ്റ്റഡി ഓഫ് എംബ്രിയോസ്, അതാണ് എംബ്രിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം, ഇതിൽ നിന്നും 1 or 2 ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. തലമുടി, ദ സ്റ്റഡി ഓഫ് ഹെയർ ആൻഡ് സ്കാൾപ്പ് ആണ് ട്രൈക്കോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് റൈനോളജി എന്ന പേരിലാണ് മൂക്കിനെ കുറിച്ചുള്ള പഠനം. ചെവിയെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഓട്ടോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. എല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി എന്ന പേരിലാണ്. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. അതേപോലെ രക്തത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ അറിയപ്പെടുന്നു ഹെമറ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഡൻറ്റോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. അപ്പോൾ രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആൻജിയോളജിയാണ്.
അങ്ങനെയാണെങ്കിൽ ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ അത് എംബ്രിയോളജി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. ഇനി നമുക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്സ് ആണ് പ്രധാന ദിവസങ്ങൾ. ഒരു മാർക്ക് ഇതിൽ നിന്നും ചോദിക്കാം. കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ക്യാൻസർ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ക്ഷയരോഗ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് 24 ക്ഷയരോഗ ദിനം. അടുത്തത് ഓട്ടിസം ദിനം എന്നാന്ന് ചോദിച്ചാൽ ഏപ്രിൽ 2 ഓട്ടിസം ദിനം. അപ്പോൾ ഓട്ടിസം ദിനം എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്? ഏപ്രിൽ 2 ഓട്ടിസം ദിനം. അടുത്തത് പാർക്കിൻസൺ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. അടുത്തത് ഹീമോഫീലിയ ദിനം. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. നമ്മൾ പറഞ്ഞു ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് രക്തം വാർന്നൊലിച്ച് മരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം. അപ്പോൾ ഈ ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 17 ഓർത്തു വയ്ക്കുക. അടുത്തത് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഓക്കെ, വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വനജയുടെ കാലിൽ ക്ഷയം, അപ്പോൾ വനദിനം എന്നാന്നുള്ളത് കിട്ടും മാർച്ച് 21. അതേപോലെ തന്നെ വനജയുടെ ജലദിനം എന്നാന്ന് കിട്ടും 22. 23 വനജയുടെ കാലിൽ കാലാവസ്ഥ 23. അതേപോലെ തന്നെ എന്താണ് ക്ഷയം മാർച്ച് 24. അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം എന്നോർത്തിട്ട് അതിൻ്റെ കൂടെ മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24. അപ്പോൾ വനജയുടെ വനദിനം 21, അതേപോലെ തന്നെ ജലദിനം 22, കാലാവസ്ഥാ ദിനം എന്നാന്ന് ചോദിച്ചാൽ 23, അതേപോലെ തന്നെ ക്ഷയദിനം ചോദിച്ചാൽ മാർച്ച് 24. വനജയുടെ കാലിൽ ക്ഷയം. ശ്രദ്ധിക്കുക, പഠിച്ചു വയ്ക്കുക, ഉറപ്പാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വനജയുടെ കാലിൽ ക്ഷയം 21, 22, 23, 24. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക ക്ഷീരദിനമാണ് ജൂൺ 1. ലോക ക്ഷീരദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ 1 ലോക ക്ഷീരദിനം. ലോക രക്തദാന ദിനമാണ് ജൂൺ 14 ലോക രക്തദാന ദിനം. ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ദേശീയ രക്തദാന ദിനം. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക മാനസികാരോഗ്യ ദിനമാണ് ഒക്ടോബർ 10. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ലോക പ്രതിരോധ ദിനം എന്നാന്ന് ചോദിച്ചാൽ ലോക രോഗപ്രതിരോധ ദിനമാണ് നവംബർ 10. ലോക വികലാംഗ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 3. ലോക വികലാംഗ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 3. മലേറിയ ദിനം ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനമാണ് ഏപ്രിൽ 25. ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ജൂലൈ 28. ഇതും ചോദിച്ചേക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം. അടുത്തത് കൊതുക് നിവാരണ ദിനമാണ് എന്ന് ഓഗസ്റ്റ് 20 കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. അൽഷിമേഴ്സ് ദിനം ഒത്തിരി തവണ നമ്മൾ ചോദിച്ച ചോദ്യമാണ്. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. പോളിയോ ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ 24 പോളിയോ ദിനം. ചോദിച്ചേക്കുന്നതാണ് PYQ. അപ്പോൾ പോളിയോ ദിനം ഒക്ടോബർ 24. പ്രമേഹ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് നവംബർ 24 പ്രമേഹ ദിനം നവംബർ 24. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. നേഴ്സ് ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 12 നേഴ്സ് ദിനം. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാന്ന് ചോദിച്ചാൽ അത് ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനം ചോദിച്ചാൽ ജൂലൈ 1. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം നമുക്ക്. കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ചോദിച്ചേക്കണതാണ്. ക്ഷയരോഗ ദിനം മാർച്ച് 24 ചോദിച്ചേക്കണതാണ്. നമ്മൾ പറഞ്ഞു കോഡ് വനജയുടെ കാലിൽ ക്ഷയം എന്നോർത്താൽ മതി. ഓട്ടിസം ദിനം ഏപ്രിൽ 2. പാർക്കിൻസൺ ദിനമാണ് ഏപ്രിൽ 11. ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23.
ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, ലോക ക്ഷീരദിനമാണ് ജൂൺ 1, ലോക രക്തദാന ദിനം ജൂൺ 14, ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1, ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10, ലോക ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16, ലോക രോഗപ്രതിരോധ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 10, ലോക വികലാംഗ ദിനം ഡിസംബർ 3, മലേറിയ ദിനം ഏപ്രിൽ 25, ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ജൂലൈ 28, കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20, അൽഷിമേഴ്സ് ദിനമാണ് സെപ്റ്റംബർ 21, പോളിയോ ദിനം ഒക്ടോബർ 24, ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 14. ഓക്കെ, ലോക എയ്ഡ്സ് ദിനം ചിൽഡ്രൻസ് ഡേയും നവംബർ 14, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, നഴ്സസ് ദിനം മെയ് 12, ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഒത്തിരി വലിയ കണ്ടന്റ് തന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരും അത് കംപ്ലീറ്റ് പഠിച്ചു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1 അവറിൽ നിൽക്കുന്ന ക്ലാസ് ആകുമ്പോൾ എല്ലാവർക്കും അത് പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പഠിച്ചത് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. എങ്കിൽ മാത്രമാണ് വൈകുന്നേരം നിങ്ങൾ ക്വസ്റ്റ്യൻ ബോർഡിൽ മുഴുവനും ശരിയാക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒത്തിരി വലിയ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തരുമ്പോൾ ഒത്തിരി ലെങ്തി ക്ലാസ് ആയി കഴിയുമ്പോൾ അത് മൊത്തമായിട്ട് ആരും കാണാത്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് ഈ ഒരു ക്ലാസ് ഇവിടെ തീർക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങളത് മൊത്തമായി കണ്ടു തീർക്കുന്നില്ല. കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്ലാസ്സുകളും തരുന്നതും അതിൻ്റെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് തരുന്നതും. കാരണം നിലവിൽ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള സാഹചര്യമില്ല. അതേപോലെ തന്നെ നിലവിൽ ഇത്രയും സമയമൊന്നും ഇരുന്ന് ആൾക്കാർക്ക് പഠിക്കാനുള്ള കിട്ടത്തില്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മൊത്തം ക്ലാസ്സും അതിൻ്റെ എന്താണോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു PDF നോട്ട് ഇത് SCERT NCERT അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റെഫറൻസ് ബുക്കുകൾ എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി സെപ്പറേറ്റ് ഒരു നോട്ട് പഠിക്കേണ്ടതോ ഉണ്ടാക്കേണ്ടതോ ആയിട്ടുള്ള കാര്യം വരുന്നില്ല. ഇത് തന്നെ ധാരാളം മതി. നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ എക്സാമിന് വരെയും ഈ ഒരു നോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇരുന്ന് ഫുൾ പഠിച്ച് അവിയൽ പരുവത്തിലാവാതെ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാക്സിമം നിങ്ങൾ എഫേർട്ട് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എഫേർട്ട് അതിലേക്ക് ഇടുക. കാരണം നമുക്കറിയാം നിലവിലൊരു ഡിഗ്രി ലെവൽ എക്സാംസോ അതേപോലെ തന്നെ KS അങ്ങനെയൊക്കെ അത്രയും വലിയൊരു എക്സാമിനേക്കാളൊക്കെ നല്ലത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു എക്സാമിന് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് അതിൻ്റെ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്തി ജോലിക്ക് കയറുക. അതിനുശേഷം മാത്രം വലിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ലെവല് നമ്മളിപ്പോൾ എന്താണോ അതിൻ്റെ ഒരു 10 മടങ്ങ് ഇരട്ടിയായിരിക്കും ആ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നിലവിലൊരു ജോബ് ഷുവറാണ്, അല്ലെങ്കിൽ ജോലി കിട്ടി. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ആ ഒരു എക്സാമിന് കൊടുക്കുന്ന നമ്മളെടുക്കുന്ന ഓരോ ചോദ്യങ്ങളിലും നമ്മൾ ഉത്തരങ്ങൾ എഴുതുമ്പോഴും അത്രയധികം കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു റിസ്ക് എടുത്താണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ കറക്റ്റ് ഒരു കട്ട് ഓഫിലേക്ക് എത്തി നിൽക്കാതെ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത്, കാരണം നിലവിലൊരു ജോലി ഉള്ളതുകൊണ്ട് ഈ ജോലി നിലവിൽ നമുക്കുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കിട്ടാൻ വേണ്ടി ഒന്ന് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവും. അപ്പോൾ കുറച്ചുകൂടിയും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് നെഗറ്റീവ് അതിൽ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻറ്റ് ലെവലിലാണ് നിങ്ങൾ അത് എന്ത് ചെയ്യുന്നത്, നിലവിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് എക്സാം എഴുതുമ്പോൾ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം ഏറ്റവും കിടിലമായിട്ട് തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുക. ഈ ഒരു സെയിം സിലബസിൽ വരുന്ന ബാക്കി കുറേ എക്സാമുകൾ പിന്നീട് LGS, VFA, VEO, BEUK, LDC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, എന്താണോ ഇപ്പോൾ നിങ്ങൾ LDക്ക് വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥി ചെയ്തത് അത് തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അത് മതി നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട്. അല്ലാതെ എല്ലാം കൂടിയും ഒരുമിച്ച് പഠിച്ച് അവസാനം ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകരുത്. കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബയോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും നാൾ ചോദിച്ച 2021 to 2025 വരെയുള്ള
മുഴുവൻ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം. അതോടുകൂടി ബയോളജി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ നിലവിൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൻ്റെ ക്ലാസ്സും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ.